അതിനകത്തേക്ക് എടുത്ത് എറിയാൻ നേരത്ത് അതിനകത്തുള്ള പല ആൾക്കാരും പറയുന്ന ഡയലോഗുകൾ കേട്ടിട്ടുണ്ടോ, എറിയി അത് ഇത് ചെയ്തു, അല്ലാണ്ട് അത് വേണ്ടാന്ന് ആരും പറഞ്ഞില്ല. എന്നിട്ട് എറിഞ്ഞിട്ട് ആ സാധനം വരെ ഞാൻ തുറന്നിട്ട് അത് ഇരുന്നിട്ട് ബിഗ് ബോസിനോട് പോയി ഞാൻ കരഞ്ഞ് പറയായിരുന്നു, ബിഗ് ബോസ് കാണുന്നില്ല, പറ്റില്ല. മനുഷ്യനാണ്, ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, ഞാൻ അവരുടെ മുമ്പിൽ കരഞ്ഞിട്ടില്ല, ഞാൻ കരഞ്ഞത് ഒറ്റയ്ക്ക് മാറിയെന്നേ കരഞ്ഞുള്ളൂ. അത് കാണാൻ പാകത്തിന് കരഞ്ഞു, അറിയാണ്ട് അവർ പിടിച്ചേണ്ട സാധനമുണ്ട്. ഞാൻ അവിടെ ക്യാമറ ഉണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞതല്ല, ഒരു സാധനം ഞാൻ അങ്ങനെയല്ല, മനുഷ്യനാണ് നമ്മൾ. ഞാൻ പിന്നെ കൂടുതൽ പിന്നെ ബാത്റൂമിൽ പോയിരുന്ന കാര്യമാണ്. എനിക്ക് ഒന്നാമത്തെ ഫീലിംഗ് ഭയങ്കര കൂടുതലാണ്. ആ സമയത്ത് എന്താ പറയുക, തുടക്കം മുതൽ കാര്യങ്ങൾ നോക്കുക, പെട്ടെന്ന് ഓരോന്നിനും അടിച്ചടിച്ചടിച്ച് ഞാൻ കയറിപ്പോയത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നിങ്ങളുടെ സീസണിന്റെ അത്ര വന്നില്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ സീസൺ അത്ര ഒരു സീസൺ വന്നിട്ടില്ല. കാരണം നമ്മുടെ കിഷൻ സാറ് അതിനകത്ത് കയറി എന്ന് പറഞ്ഞാണ് ഏറ്റവും ഗ്രാൻഡ് ഫിനാലിക്ക് ഏഷ്യൻ്റെ ഹെഡിലേക്ക് കിഷൻ സാറ് കയറിയത് ലാലേട്ടനും അർജുനും ഞാൻ നിൽക്കുമ്പോൾ പറഞ്ഞാണ് ഈ ബിഗ് ബോസിലെ ഏറ്റവും ഹൈപ്പ് പറഞ്ഞ സീസൺ, ഏറ്റവും റിവ്യൂ നടന്ന സീസൺ ഞങ്ങളുടെ സീസണാണെന്നുള്ളത്. അപ്പോഴും ഞാൻ അപ്പോഴും ഈ ഫൈനൽ കപ്പ് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞ സാധനം കിഷൻ സാറ് പറയാനുള്ള ഒരു കാരണത്തിൽ ഇതിനൊക്കെ ഞാൻ മാത്രമല്ല കപ്പടിച്ചതിന് ആയിരിക്കുന്ന എൻ്റെ കൂടെ മത്സരിച്ച് അവരോടാണ് എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാമെന്ന് പറഞ്ഞു. കാരണം അവരില്ലെങ്കിൽ ഞാൻ ഇല്ലയെന്ന്, കാരണം അവരത്രയും പെർഫോം ചെയ്യാനുള്ള ആൾക്കാർ എനിക്കുണ്ടായതുകൊണ്ടാണ്. ഹാർഡായിട്ട് എന്നോട് എതിർക്കാനുള്ള ആളുണ്ടായിട്ടുണ്ട്. നമ്മൾ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോഴാണ് നല്ല വിന്നർ ഉണ്ടാവണേ, അല്ലേ? അല്ലാതെ വെറുതെ വിൻ ചെയ്ത് എന്താ കാര്യം? അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടായിട്ട് വിൻ ചെയ്തോളാം. അത് ഒരു മാറ്റമില്ല, നിങ്ങൾ ആര് സമ്മതിച്ചാലും എനിക്കൊരു മുന്നില്ല. വിജയം തന്നെ. എൻ്റെ വിജയമാണ്. പിന്നെന്താ മുഖ്യമന്ത്രി കഴിഞ്ഞിട്ട് പിന്നെ അവർ താഴെ പുറത്തിറക്കാൻ പറ്റുക? ഞാനിപ്പോഴും ആനപ്പുറത്ത് തന്നെ കുറേ പട്ടികളും സൈഡിൽ നിന്ന് കുറിക്കും. ആന മൈൻഡ് ചെയ്യാം, ഫ്രണ്ടിലേക്ക് പറ്റേ ഒറ്റ തട്ടോളൂ, അതിനുള്ള ആന അങ്ങനെ തന്നെ. ഏതായാലും കൺഗ്രാറ്റ്സ്, സിനിമയില് പെർഫോമൻസ് ഒക്കെ നന്നായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഞാൻ പ്രതീക്ഷിച്ചില്ല. കൊള്ളായിരുന്നു. ഞങ്ങൾ കണ്ടു, പടം കണ്ടു. സത്യം പറഞ്ഞു ഞങ്ങൾ കണ്ടു. അതാണ് അതൊരു പോരായ്മയായിട്ട് തോന്നുന്നു. അല്ല, അടുത്ത 2 പടം നായകനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കാരണം ഇപ്പം ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഉണ്ടായില്ല, പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായില്ല, അതാ പറ്റിയത്. അപ്പൊ ഒരു പെട്ടെന്ന് ചെയ്യാനുള്ള ഒരാളല്ലേ. കൊള്ളായിരുന്നു, നന്നായിട്ട് ചെയ്തു. എല്ലാവരും മൂവി കാണണം, പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാർ പ്ലീസ്. ഇന്ത്യ പോലെ കാലിൽ മൂവി കളിക്കുന്നുണ്ട്, എല്ലാവരും കാണണേ. ഒരു വണ്ടേ മാച്ചിയുള്ള പടമുണ്ട്, എല്ലാവരും കാണണേ. ജിം തന്നെയാണ്. ആ, എൻ്റെ ജിം തന്നെയാണ്. അതെ, ആ ജിമ്മിലാണ് ഞാൻ കള്ളാന്ന് കയറി എൻ്റെ 15 ലക്ഷം രൂപ കട്ടിട്ട് ഞാൻ കൊണ്ട് കേസ് കൊടുത്തു. ഞാൻ ഒരാളോട് എതിരെ കൊണ്ട് കേസ് കൊടുത്താൽ ആരും അറിയില്ല. പക്ഷെ ഞാൻ അതിനകത്ത് എൻ്റെ ചെക്ക് ലീഫ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ശത്രുത്വം കാത്തിയുള്ളൂ. കാരണം അവർക്ക് രാവിലെ തുറക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ പൈസ കട്ടു 2 മണി ഞാൻ കയറണ കാണിച്ചു. പൈസ കട്ടത് ക്യാമറയിൽ ചെയ്യുന്ന കാണിക്കാതെ എന്ത് ചെയ്യും? എൻ്റെ സ്വന്തം ജിമ്മ്, അതിൻ്റെ പണിക്കാരെ ഇത്രേ ഉള്ളൂ. ഞാൻ അവർക്ക് തിരിച്ചു. അത് അന്ന് ഞാൻ കേസ് കൊടുത്തപ്പോൾ അതിന് പകരമായിട്ട് ഞാനിങ്ങനെ ഈ കുഞ്ഞു കയറുന്ന സാധനം കണ്ടപ്പോൾ ഞാൻ കക്കാൻ കയറും, ജിൻ്റെ കക്കാൻ കയറുന്നതാണ്. ജിൻ്റെക്ക് 15 രൂപ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് മനസ്സിലാക്കിയാൽ. ആ കാലം ഉണ്ടായിരുന്നു, എന്നിട്ട് കേട്ടല്ല പിന്നീട്. അല്ല, ഇനി അവിടുന്ന് 10,000 ഞാൻ എടുക്കുന്നു വെച്ചോ, സ്വന്തം ജിമ്മാണ്, എൻ്റെ ജിമ്മാണ്, ഞാൻ എടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ആരുടെ മീറ്റിംഗ് കയറിയല്ല ഞാൻ മോഷിച്ചേ. ആണല്ലോ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ മീഡിയാസ് ആൾക്കാർ നമ്മൾ എന്നെ കുറിച്ച് മാത്രമല്ല മറ്റുള്ള ആൾക്കാരെ കുറിച്ച് എഴുതുമ്പോഴും സൂക്ഷിക്കുക. എല്ലാവരും കഷ്ടപ്പെട്ടാണ് ഒരു ലെവലെത്തണേ. നിങ്ങൾ എടുത്ത് കാണിക്കുമ്പോൾ എല്ലാവർക്കും സങ്കടം ഉണ്ടാവും. പക്ഷെ ഞാൻ സങ്കടപ്പെടാതെ നിങ്ങളുടെ മുമ്പിൽ കരയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കരഞ്ഞിട്ടുള്ള സെന്റിമെന്റ്സ് എനിക്ക് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് വരുന്ന പറഞ്ഞോ. പക്ഷേ ബിഗ് ബോസിനെ ലാലേട്ടനെ പോലെ ആർക്കും ബഹുമാനമില്ല. ആ, അതന്നെ സത്യം. നിങ്ങളുടെയൊക്കെ സീസണിൽ ലാലേട്ടൻ ചിരിച്ചു കളിച്ചാണ് അകത്ത് കയറുന്നത്. നമ്മളെ വിളിച്ച് നമുക്ക് വിളിക്കാം, അങ്ങോട്ട് എല്ലാം പേടിയായിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെടുത്ത് അടിക്കും. അവർ നമ്മളെടുത്ത് അടിക്കും. പക്ഷെ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഴയ ചുണ്ടല്ല വെച്ചാൽ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നിട്ട് പറയേണ്ട ഒരു സാധനമുണ്ട്. എന്താ ഈ പണ്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എൻ്റെ സ്വപ്നത്തിൽ വലുതായിരുന്നു. അപ്പോൾ എനിക്ക് സഹിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെല്ലാവരും നമ്മുടെ സാഹചര്യത്തിലൊക്കെ നമ്മൾ മാറും. കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താ പറയുക, സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞെന്താ മറ്റേ എനിക്ക് കുറച്ച് തലക്കാനം കൂടി എന്നുള്ളത്. തലക്കാനം കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സാർ പറഞ്ഞില്ലേ എനിക്ക് കഴിഞ്ഞ കുറച്ച് തലക്കാനം കൂടിയാണ്. അതെന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തല ഒരു പരിധിയിൽ വണ്ണം വയ്ക്കുള്ളൂ. അത് ഞാൻ വണ്ണം വയ്ക്കില്ലല്ലോ. ഞാൻ കുറച്ച് ഒരു 10 കിലോ കുറച്ചു. അപ്പോഴേ തലയ്ക്ക് വണ്ണം തോന്നണം. അല്ലാതെ
അല്ലാതെ തൽക്കാനല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.